ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ സുനിൽ, പരുത്തുവൽ ഹോസ്പിറ്റൽ അസ്ഥിരോഗ വിഭാഗം കൈകാര്യം ചെയ്യും. നമുക്കിന്ന് നടുവേദന അഥവാ കഴുത്തുവേദന എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഒരിക്കൽ പോലും നടുവേദനയോ കഴുത്തുവേദനയോ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. മിക്കപ്പോഴും അത് കൈകളിലേക്കോ കാലുകളിലേക്കോ വ്യാപിക്കുകയും തന്മൂലം തരിപ്പ്, മരവിപ്പ്, ബലക്കുറവ് ഒക്കെ കാണപ്പെടാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ പോസ്ചർ, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഭാരങ്ങൾ പൊക്കുന്നു, അതെല്ലാം ഒന്ന് മനസ്സിരുത്തി ചെയ്താൽ മിക്കവാറും തന്നെ നടുവേദനകൾ അപ്രത്യക്ഷമാകാറുണ്ട്. നമുക്ക് നട്ടൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ ഡിസ്കുകൾക്ക് അമിതമായ ഒരു ലോഡ് വരുമ്പോൾ അത് ബൾജ് ചെയ്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു 80% ആളുകളിലും അങ്ങനെയാണ് അത് കാണുന്നത്. ഏർലി സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. അത് പഴകുന്തോറും വൈകുന്തോറും സ്കാനുകൾ, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ മാരകമായ ക്യാൻസർ രോഗങ്ങൾ വരെ നട്ടലിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു കാരണം നെഞ്ച്, വയറ് എന്നിവ നട്ടലിൽ തൊട്ട് മുൻവശത്താണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പഴകിപ്പോയ നടുവേദനകൾ അത് ഒന്ന് ഡോക്ടറെ കാണിച്ച് ചികിത്സ തേടുന്നതാണ് നല്ലത്. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ നടുവേദനയായിട്ട് ആണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ട്. ഒരു സാധാരണ നടുവേദനയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഒരു പരിധി വരെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് പഴകി നമ്മളുടെ മസിലിൻ്റെ ക്വാളിറ്റി എല്ലാം പോയി, ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിച്ചു, അഥവാ അതിൻ്റെ ജലാംശം കുറഞ്ഞ് ഉണങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ചികിത്സകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഉണങ്ങിപ്പോയ ഡിസ്ക് ഒരിക്കലും നമുക്ക് പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഉണങ്ങാത്ത ഡിസ്കുകൾക്ക് തള്ളി വന്നതാണെങ്കിൽ ചിലപ്പോൾ സർജറി ആവശ്യമായിട്ട് വരാറുമുണ്ട്. എന്നാൽ മിക്കവാറും കേസുകളിൽ ഒരു 90% കേസുകളിലും സാധാരണ നടുവേദനകളിൽ ഇവയൊന്നും ആവശ്യമായി വരാറില്ല. ചെറിയ ലഘുവായ ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ലഘുവായ ചികിത്സകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നുകളുണ്ട്, സ്ഥിരമായിട്ട് കഴിക്കാനല്ല, ആ പ്രശ്നം മാറുന്നവരെ. വെറും പെയിൻ കില്ലേഴ്സ് മാത്രമല്ല, മസിൽസ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ, ഞരമ്പിൻ്റെ പ്രവർത്തനം ശരിയാക്കാനായിട്ടുള്ള മരുന്നുകൾ, അത് കൂടാതെ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. ഡിസ്കിൻ്റെ പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള തെറാപ്പികൾ ചെയ്യാൻ പറ്റും, മസിൽ റിലാക്സ് ചെയ്യാനായിട്ടുള്ള തെറാപ്പികൾ ചെയ്യാൻ പറ്റും, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എക്സർസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതെല്ലാം ലഘു ചികിത്സയിൽ വരുന്നു.